കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം? എന്താണ് കെ.സി. വേണുഗോപാലിനുള്ള അയോഗ്യത? കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനായി നടത്തിയ എം.എൽ.എമാരുടെ അഭിപ്രായ സർവേയിൽ കെ.സി. വേണുഗോപാലിന് 63 എം.എൽ.എമാരിൽ 47 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. അതായത് കരുണാകരൻ, എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മുൻ നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത വലിയ രീതിയിലുള്ള പിന്തുണ. കെ. സുധാകരൻ, പി.ജെ. കുര്യൻ ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഭൂരിപക്ഷം എം.പിമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ട്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ എ.ഐ.സി.സിക്ക് കത്ത് നൽകിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഇലക്ഷന് പല സ്ഥാനാർത്ഥികളും ഫണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ ആരും അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി മോഹികൾ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകലും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇത്തവണ അത് ഉണ്ടാകാതിരുന്നത് കെ.സിയുടെ ഇടപെടൽ കൊണ്ടാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കൃത്യമായിട്ട് അദ്ദേഹം ഫണ്ട് കൂടി എത്തിച്ചു. ഓരോ സ്ഥാനാർത്ഥികൾക്കും വിമതരെ അനുനയിപ്പിച്ചു. ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ അദ്ദേഹത്തിനാകില്ലേ? കെ.സിക്ക് അയോഗ്യത ഇല്ല എന്ന് ആദ്യമേ പറയട്ടെ. കോൺഗ്രസ് പാർട്ടിയിലെ ആർക്കും അയോഗ്യതയില്ല. കോൺഗ്രസിൽ ഇത്രയും അച്ചടക്കമുണ്ടായത്, എണ്ണയിട്ട യന്ത്രം പോലെ തിരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം പ്രവർത്തിച്ചത്, അതിനാവശ്യമായ പണം എത്തിയത് എല്ലാം തന്നെ കെ.സിയുടെ കൂടെ കഠിനാധ്വാനമാണ്. നമുക്കറിയാമല്ലോ, മുൻകാലങ്ങളിൽ പല കോൺഗ്രസ് സാമാജികരും സ്ഥാനാർത്ഥികളും കിടപ്പാടം വിറ്റിട്ടാണ് പണം കണ്ടെത്തിയത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. കൃത്യമായി പണം കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും ഹൈക്കമാൻഡിൽ നിന്നും എത്തി. അത് കെ.സി അത് റൂട്ട് ചെയ്യുന്നതിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിച്ചു. കെ.സിയുടെ പോക്കറ്റിലെ പൈസയല്ല. പക്ഷെ ഫണ്ട് റേസിംഗ് എന്നത് ഒരു കലയാണ് അല്ലേ? പണ്ട് അഹമ്മദ് പട്ടേലൊക്കെ ചെയ്തിരുന്ന പണിയാണ് അത്. വളരെ ഹൂവർ റേസസ് ഫണ്ട്സ് ക്യാൻ റിയലി എനർജൈസ് ദി മെഷീനറി. കോൺഗ്രസ് മെഷീനറിയെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്നത് ഫണ്ടുകൾക്കാണ്. ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൻ്റെ എ.ഐ.സി.സിയുടെ കീഴിൽ ഇപ്പോൾ 600 കോടിയുടെ ഫണ്ടുണ്ട്. മുൻപ് കെ.സി.ഒക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള സമയത്ത് ദൈനംദിന ഇലക്ട്രിസിറ്റി ബില്ല്, കോൺഗ്രസ് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും കൊടുക്കാൻ പണമില്ലാതെ വന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക, അത് വ്യവസായികളിൽ നിന്നാകാം, മറ്റു രീതിയിലാകാം, ഇലക്ട്രൽ ബോണ്ടുകളാകാം. അതൊക്കെ കെ.സിയുടെ മെറിറ്റ് മാത്രമല്ല, അതൊരു ഇമേജാണ്. അത് മാത്രമല്ല, ഈ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടക, തെലുങ്കാന, ഹിമാചൽ പ്രദേശ് ചെറിയ സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നെല്ലാം കിട്ടാവുന്ന തുകകൾ സ്വാംശീകരിച്ച് അത് വിതരണം ചെയ്യുന്ന പ്രക്രിയയുടെ തലപ്പത്താണ് സംഘടനാ ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയും വ്യക്തിപരമായി കെ.സി. വേണുഗോപാലിനോട് കടപ്പെട്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഹൈക്കമാൻഡ് എന്ന വലിയ കോട്ടയിലേക്കുള്ള കവാടമാണ് കെ.സി. വേണുഗോപാൽ. അക്കാര്യവും അറിയാമല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നും പരിഗണന ലഭിക്കണമെങ്കിൽ, സീറ്റ് ലഭിക്കണമെങ്കിൽ, സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ കെ.സിയുടെ ഒരു കൈവെപ്പ് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാമാജികരെന്ന് പറയുന്ന അയോഗ്യതയൊന്നുമല്ലത്. അതൊക്കെ യോഗ്യതയാണ്. പക്ഷെ ആ യോഗ്യത ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴില്ല. ആ യോഗ്യത പി.ഡി. സതീശന് ഒട്ടുമില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ ആളെയായി കരുതപ്പെടുന്ന ആളല്ല. കേന്ദ്രത്തിൽ കാര്യമായ പിടിപാടുകൾ മുൻപും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അത് മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ കാര്യമായ പിടിപാടില്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം. അങ്ങനെയെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ ഇല്ല. കെ.സിക്ക് അയോഗ്യതയില്ല എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ പറയട്ടെ, കെ.സിക്ക് അധിക യോഗ്യതയുണ്ട്. എം.എൽ.എമാരുടെ എണ്ണമെടുത്താൽ അത് സ്വാഭാവികമാണ്. 62 അംഗ നിയമസഭാ കക്ഷി, 63 അംഗ നിയമസഭാ കക്ഷിയിൽ 47 പേരുടെ പിന്തുണയാണ് കെ.സി വിഭാഗം ക്ലെയിം ചെയ്യുന്നത്. സതീശനും പറയുന്നു 37-38 പേരുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു തനിക്കും 25 പേരുടെ പിന്തുണയുണ്ടെന്ന് ആ ക്യാമ്പ് പറയുന്നു. പക്ഷേ ഇതൊക്കെ വ്യക്തികളല്ല പറയുന്നത്, ക്യാമ്പുകളാണ് പറയുന്നത്. കോൺഗ്രസിനെ അറിയുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. എത്രയെല്ലാം പടലപിണക്കമുണ്ടെങ്കിലും ഒരു നേതൃത്വം, അത് ഈവൻ വേണുഗോപാലിൻ്റെ ആണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ നേതൃത്വം അതൊരു രീതിയാണ്, ഒരു താരിപ്പാണ്, ഒരു നോമാണ്, ഒരു ഡിക്റ്റമാണ്. അതിനോടൊപ്പം അങ്ങ് പോകും. 6 മാസം കഴിയുമ്പോൾ ഈ പ്രക്ഷോഭങ്ങളും കോലാഹലങ്ങളും ഒക്കെ ജനം മറക്കും. ഉപതെരഞ്ഞെടുപ്പും വരും. അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു വരാം എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട്, നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ നിഗമനം, ഉന്നത നേതാക്കൾ, ഇന്റർമീഡിയറ്റ് റേഞ്ച് നേതാക്കൾ, അതുപോലെ ഹൈക്കമാൻഡ് എല്ലാം തന്നെ എം.എൽ.എമാർ എല്ലാം കെ.സിക്കൊപ്പമാണ്. ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം.